തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഷുറൻസ് കമ്പനി ഓഫീസിലുണ്ടായ തീപിടുത്തത്തിൽ സ്ഥാപനത്തിലെ ജീവനക്കാരിയടക്കം 2 പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹതയാണ്. പാപ്പനംകോട് സ്വദേശിയും സ്ഥാപനത്തിലെ ജീവനക്കാരിയുമായ വൈഷ്ണയും മറ്റൊരു പുരുഷനുമാണ് മരിച്ചത്. അതേസമയം ഈ മരിച്ച പുരുഷൻ ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. തീപിടിച്ച ഓഫീസിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു കത്തി കണ്ടെത്തുകയും ചെയ്തു. വൈഷ്ണവയെ കുത്തിയ ശേഷം തീ കൊളുത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അതേസമയം വൈഷ്ണയ്ക്കൊപ്പം മരിച്ച പുരുഷൻ ആരാണ് എന്ന കാര്യത്തിൽ പരിശോധന നടത്തി വരികയാണ്. തീപിടുത്തത്തിന് പിന്നാലെ വൈഷ്ണയുടെ ഭർത്താവിനെ കാണാനില്ല. മൃതദേഹങ്ങൾക്ക് സമീപത്ത് നിന്ന് ഒരു കത്തിയും കണ്ടെത്തിയതാണ് കേസിൽ ദുരൂഹത കൂട്ടുന്നത്. വൈഷ്ണയെ കുത്തിയ ശേഷം തീയിട്ടതാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. വൈഷ്ണയെ ആക്രമിക്കാൻ ആസൂത്രണം ചെയ്ത് എത്തുന്നു. വൈഷ്ണവിയെ കുത്തിയ ശേഷം അതിനുശേഷം തീയിട്ടോ എന്ന കാര്യത്തിലാണ് സംശയം ഉയരുന്നത്. അപകടശേഷം വൈഷ്ണയുടെ ഭർത്താവിനെ പോലീസ് ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇരുവരും ഒരുമിച്ചല്ലായിരുന്നു താമസം. നിലവിൽ പോലീസ് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ്. ഭർത്താവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നടന്നുവരുന്നത്. രണ്ടാമത്തെ മൃതദേഹം തിരിച്ചറിയാൻ DNA പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 1:30യോടെയാണ് പൊട്ടിത്തെറി സംഭവിച്ചത്. 2ാം നിലയിലുള്ള സ്ഥാപനത്തിലേക്ക് കയറി തീ കെടുത്താൻ പോലും നാട്ടുകാർക്ക് കഴിഞ്ഞില്ല. ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വൈഷ്ണയെ തിരിച്ചറിഞ്ഞെങ്കിലും രണ്ടാമത്തെ മൃതദേഹം ആരുടേതാണെന്ന് വ്യക്തമല്ല.